സൈനിക സാമ്പത്തിക മേഖലകളിൽ മറ്റേതൊരു നേതാവിനേക്കാളും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നരേന്ദ്രമോദി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് കണ്ട് ഹാലിളകിയിട്ടാണ് ട്രംപിന് ഇന്ത്യയെ പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമിക്കണമെന്ന ചിന്ത ഉരുത്തിരിഞ്ഞത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ പോരിലും പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ട് ഇടനിലക്കാരനായി നിന്നത് താനാണെന്ന തരത്തിലുള്ള ഇല്ലാ കഥകൾ പടച്ചുവിട്ടുകൊണ്ട് ട്രംപ് പലപ്പോഴും രംഗത്ത് വന്നത് ഇന്ത്യയെ ചൊടിപ്പിക്കുകയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. അതിനുശേഷം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം നിർത്തണം എന്ന തരത്തിൽ ഇന്ത്യക്കെതിരെ വലിയ സമ്മർദ്ദങ്ങളാണ് ട്രംപ് നടത്തിക്കൂട്ടിയത്. ഇന്ത്യക്ക് വലിയ താരിഫ് ചുമത്തി ഇന്ത്യയുടെ അടിവേരുമാകാൻ ശ്രമിച്ചിട്ടും മോദി അണ്ണുവിട വ്യതിചലിക്കാതെ ഉറച്ചുനിന്നത് ട്രംപിന്റെ നെഞ്ചെടുപ്പ് കൂട്ടി എന്ന് പറയാം. ഇതിനിടയിൽ ട്രംപ് ഇന്ത്യക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പലതരത്തിൽ നടത്തിക്കൂട്ടിയത്. അനധികൃത കുടിയേറ്റക്കാർ എന്ന പേരിൽ ഇന്ത്യക്കാരെ വിമാനത്തിൽ പഴംതുണി പോലെ ചവിട്ടിക്കയറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്നു തള്ളിയത് ഇതിനിടയിൽ വലിയ വിവാദം നേരിട്ട വിഷയമായി മാറി. ഒടുവിൽ വിസ ഫീസ് കൂട്ടിയും ഇന്ത്യക്കാരെ പല തൊഴിൽ മേഖലകളിൽ നിന്ന് വിലക്കിയും ട്രംപ് നടത്തിക്കൂട്ടുന്ന നെറുകേടിനൊടുവിൽ ശക്തമായ ഭാഷയിൽ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. കടുത്ത പ്രതിഷേധം അറിയിച്ച ശേഷവും ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നവരോട് അമേരിക്ക മോശം പെരുമാറ്റം തുടരുന്നത് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. വിഷയത്തിൽ വീണ്ടും പ്രതിഷേധം അറിയിച്ചതായും ഇത് പരിശോധിക്കാൻ അമേരിക്കൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ പ്രതികരിച്ചു. ഈ വർഷം ഫെബ്രുവരി 5-ന് ശേഷം കൈവിലങ്ങ് വെച്ച് ആരെയും ഇന്ത്യയിലേക്ക് നാടു കടത്തിയിട്ടില്ല എന്ന മന്ത്രിയുടെ മറുപടി തെറ്റാണെന്നും സെപ്റ്റംബർ 25-നും അമേരിക്കയിൽ 33 വർഷം താമസിച്ച ഹർജിത് കൗർ എന്ന 73-കാരിയെ കയ്യാമം വെച്ച് വിമാനത്തിൽ കൊണ്ടുവന്നെന്നും സമാജ്വാദി അംഗം രംജി ലാൽ സുമൻ ആരോപിച്ചപ്പോഴാണ് മന്ത്രി വിശദീകരണം നൽകിയത്. വിമാനത്തിൽ കയറും മുമ്പ് ഹർജിത് കൗർ ഭേദ്യം ചെയ്യപ്പെട്ടതായി സമ്മതിച്ച മന്ത്രി ഓഫീസർ കയ്യാമം വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരാൾ അവരുടെ പ്രായം മാനിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞതായി കൗറിന്റെ അഭിഭാഷകൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. സെപ്റ്റംബർ 26-ന് അമേരിക്കൻ എംബസി ഇക്കാര്യത്തിൽ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചതായി മന്ത്രി വ്യക്തമാക്കി. ഈ വർഷം ഇതുവരെ 3258 പേരെ അമേരിക്ക ഇന്ത്യയിലേക്ക് നാടുകടത്തി. 2009 മുതൽ 18,822 പേരെ രാജ്യത്തേക്ക് നാടുകടത്തിയിട്ടുണ്ട്. നാടുകടത്തപ്പെട്ടവരോട് മാനുഷിക പരിഗണന ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി ബന്ധം പുലർത്തുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് പ്രാകൃതമായ രീതിയിൽ മടക്കി അയക്കുന്ന നടപടികൾക്കെതിരായി ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സാധാരണ ഔപചാരിക നിലപാടല്ല. അത് മോദി സർക്കാരിന്റെ ഉറച്ച സ്വഭാവത്തിന്റെ തെളിവ് കൂടിയാണ്. വർഷം മുഴുവൻ 3200-ലധികം ഇന്ത്യക്കാർക്കെതിരെ അമേരിക്ക കൈക്കൊണ്ട നടപടികൾക്ക് പിന്നിൽ കാണപ്പെട്ട അമാനുഷികമായ പരിഗണന ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഇന്ത്യ ഇതോടെ വ്യക്തമാക്കി കഴിഞ്ഞു. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ പൗരന്മാരുടെ വിഷയത്തിൽ മനഃപൂർവ്വമായ ക്രൂരത കാണിക്കുമ്പോഴും മോദിയുടെ ഇന്ത്യ ഒരിക്കലും പിന്മാറിയിട്ടില്ല. ലോകതലത്തിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നാൽ ശക്തമായ സ്വരത്തിൽ സംസാരിക്കണമെന്നതാണ് മോദിയുടെ വിദേശ നയ തത്വം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തെറ്റായ നടപടികൾക്കെതിരെ ഇന്ത്യ തുറന്ന നിലപാടെടുത്തത് ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായി മാറും. ട്രംപ് പലപ്പോഴും ഇന്ത്യൻ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ലക്ഷ്യമിട്ട് നിർബന്ധിത നയങ്ങൾ നടപ്പിലാക്കിയെങ്കിലും മോദി സർക്കാരിന്റെ ഉറച്ച പ്രതികരണം അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ ഒരു രണ്ടാം നിര രാഷ്ട്രമല്ല എന്ന് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, എന്നാൽ അത് ഏത് രാജ്യത്തോടും വണങ്ങിക്കൊണ്ട് ലഭ്യമാക്കാനാകുന്ന ഒന്നല്ല. ഇന്ത്യ ശക്തിയും മാന്യതയും ഒരുമിച്ച് പുലർത്തുന്ന രാജ്യമാണ്. അത് മോദിയുടെ സ്ഥിരതയാർന്ന നേതൃത്വമാണ് സാധ്യമാക്കിയത്. ട്രംപിനെ പോലുള്ള നേതാക്കളുടെ അഹങ്കാര നയങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരിക്കലും അടിയറവ് പറയില്ല. ഇന്ത്യയുടെ പൗരന്മാർക്ക് മേലുള്ള ഏറ്റവും ചെറിയ അനീതിയെയും മോദി സർക്കാർ അവഗണിക്കുന്നുമില്ല. ലോകത്തൊരു സൂപ്പർ പവറിന് മുന്നിൽ പോലും ഇന്ത്യയുടെ ദേശീയ അഭിമാനവും ജനങ്ങളുടെ സുരക്ഷയും മാത്രമാണ് പ്രധാനമെന്ന് ഇന്ത്യ വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അമേരിക്കയെ പോലും നേരിട്ട് ചോദ്യം ചെയ്യുന്ന ആത്മവിശ്വാസത്തിലേക്ക് വളർന്നു. ഇത് തന്നെയാണ് പുതിയ ഇന്ത്യയുടെ യഥാർത്ഥം.